പാർട്ടി മുഖപത്രങ്ങളുടെ ഉള്ളടക്കവും അതിന്റെ തിരുത്തലുകളും എപ്പോഴും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ആശയപ്രചരണത്തിനും പാർട്ടി നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുമുള്ള പ്രധാന മാധ്യമമായി ഇത്തരം പത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവയിൽ വരുന്ന ചെറിയൊരു വീഴ്ച പോലും രാഷ്ട്രീയ നിരീക്ഷകരുടെയും എതിരാളികളുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. മാധ്യമ പ്രവർത്തനത്തിലെ ജാഗ്രത കുറവോ അതോ രാഷ്ട്രീയമായ മുൻകരുതലുകളോ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്ന് വിശകലനം ചെയ്യപ്പെടുന്ന വേളയിലാണ് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ പുതിയ വിവാദം ആളിപ്പടരുന്നത്. CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ അച്ചടിച്ച ശേഷം മുക്കിയ കള്ളൻ വിച്ചൻ എന്ന തലക്കെട്ടോടെയുള്ള ലേഖനം അങ്ങനെ ഫേസ്ബുക്കിൽ തലയുയർത്തി നിൽക്കുകയാണ്. പത്രത്തിൽ കൊടുത്താൽ കിട്ടാത്ത റീച്ചാണ് ഈ ലേഖനത്തിന് ഫേസ്ബുക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലേഖനം എഴുതിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TC രാജേഷ് തന്നെയാണ് അതിന്റെ പൂർണ്ണരൂപം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇങ്ങനെ ഒരു ലേഖനം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ CPM നേതാക്കൾ, പ്രത്യേകിച്ച് M സ്വരാജ് ഉൾപ്പെടെ ഉന്നയിച്ച വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ലേഖനമില്ല എന്ന അവകാശവാദത്തിന് മറുപടിയായാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലെ കള്ളൻ വിച്ചൻ ചർച്ചയായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന തരത്തിലുള്ള തലക്കെട്ട് പാർട്ടി പത്രത്തിൽ വന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതേ ദിവസം തന്നെയായിരുന്നു VSന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന KV സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകളോടെയുള്ള മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിലൂടെയുള്ള കവർ സ്റ്റോറിയും ഉണ്ടായത്. എന്നാൽ കള്ളൻ വിച്ചൻ എന്ന ലേഖനത്തെ തുടർന്ന് അന്നേ ദിവസം വാരാന്ത്യ പതിപ്പില്ലാതെയാണ് ദേശാഭിമാനി പുറത്തിറങ്ങിയത്. വിമർശനവും ചർച്ചയും ശക്തമായതോടെ കഴിഞ്ഞ ദിവസം കള്ളൻ വിച്ചൻ ലേഖനം ഒഴിവാക്കി വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്തു. ഇതിനിടെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്ററായ KR അജയന്റെ ഓഫീസ് മുറി പൂട്ടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസിലെത്തിയ അജയനെ അകത്ത് പ്രവേശിപ്പിച്ചില്ല. കൂടാതെ കള്ളൻ വിച്ചൻ ലേഖനവുമായി ബന്ധപ്പെട്ട വിശദീകരണവും തേടി. TC രാജേഷിന്റെ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും സംഭവം വലിയ ചർച്ചയായി. ലേഖനം മുക്കിയാലും സ്ക്രീൻഷോട്ട് മുക്കാനാകുമോ? പത്രത്തിൽ നിന്നും അയച്ചാലും ഫേസ്ബുക്കിൽ നിന്നും അയക്കാനാകുമോ? ലേഖനമില്ലെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ എന്താണ് മറുപടി? ഇങ്ങനെയുള്ള പരിഹാസ കമന്റുകളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ചിലർ ദേശാഭിമാനി മുക്കിയത് ഫേസ്ബുക്ക് പൊക്കി എന്ന രീതിയിലും പ്രതികരിച്ചു. ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് പാർട്ടി മുഖപത്രത്തിനുള്ളിൽ ഇത്രയും വലിയ വിവാദത്തിനും തുടർ നടപടികൾക്കും കാരണമായത് CPMന്റെ ആഭ്യന്തര ചർച്ചകൾക്കും പുതിയ ചോദ്യങ്ങളും ഉയർത്തുകയാണ്.